Hello, this is Malayalam Tutorials. Malayalam Tutorialsന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് ഒരു കുഞ്ഞു പ്രോഗ്രാം ഉണ്ടാക്കുകയാണ്. ഡേറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഒരു പ്രോഗ്രാമിന്റെ ലോജിക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇതിൽ പറയുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. നേരത്തെ യൂസറുടെ അടുത്തു നിന്നും എങ്ങനെയാണ് ഇൻപുട്ട് വാങ്ങുന്നത് എന്നുള്ളത് ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനിവിടെ വർഷവുമായി ബന്ധപ്പെട്ട ഒരു ഇയർ യൂസറോട് നമുക്ക് ഇൻപുട്ടായി തരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അത് നമ്മൾ ഇയർ എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യണം. ഓക്കെ, ഇയർ ഇസ് ഈക്വൽ ടു ഇൻപുട്ട് ഇയർ. അപ്പോൾ ഇയർ എന്താണെന്നുള്ളത് അയാൾ ചോദിക്കും. അതേപോലെ ഒരു മാസം, സ്വാഭാവികമായിട്ടും മാസത്തിന് നമുക്ക് രണ്ട് രൂപത്തിൽ ഉത്തരം കൊടുക്കാൻ പറ്റും അല്ലേ? ജാനുവരി, ഫെബ്രുവരി അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഒന്നാമത്തെ മാസം, രണ്ടാമത്തെ മാസം. അപ്പോൾ യൂസർക്ക് ഒന്നുകൂടി എളുപ്പത്തിൽ നമ്മൾ 1 മുതൽ 12 വരെയുള്ള നമ്പറുകൾ കൊടുക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ അടിക്കണം. ഇപ്പോൾ ഒന്നാമത്തെ മാസമാണെങ്കിൽ അത് ജനുവരിയാണ്, 12 ആണെങ്കിൽ അത് ഡിസംബർ ആണെന്നുള്ള രൂപത്തിൽ. അതുപോലെ ദിവസം നമ്മൾ ചോദിക്കുകയാണ് ഏത് ദിവസമാണ്. അപ്പോൾ ഡേയും അതേപോലെ തന്നെ നമ്മൾ 1 മുതൽ 31 വരെയുള്ള നമ്പേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മളവിടെ ബ്രാക്കറ്റിൽ എഴുതുകയാണ്. അപ്പോൾ ഇത്രയും 3 കാര്യങ്ങൾ നമ്മൾ 3 വേരിയബിളുകളായിട്ട് സ്റ്റോർ ചെയ്തു. ഇനി ഇത് നമ്മൾ പ്രിൻ്റ് കൊടുക്കുകയാണ്. പ്രിൻ്റ് ആദ്യം നമ്മൾ മന്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു സ്പേസ് നമുക്ക് വേണം. അത് കഴിഞ്ഞ് നമ്മൾ ഡേ കൊടുത്തു, പ്ലസ് ഒരു സ്പേസ് കൊടുത്തു, പ്ലസ് ഇയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവസാനം പ്രിൻ്റ് ചെയ്ത് തിരിച്ചു കൊടുക്കും. ഇനി നമ്മളിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ആദ്യം ഇയർ ചോദിക്കുന്നുണ്ട്, നമ്മൾ 2020 എന്ന് കൊടുത്തു. മാസം ചോദിക്കുന്നുണ്ട്, 6 എന്ന് കൊടുത്തു. ദിവസം ചോദിക്കുന്നുണ്ട്, 25 എന്ന് കൊടുത്തു. അപ്പോൾ 6/25/2020 എന്നുള്ളതാണ് പ്രിന്റ് ചെയ്തത് അല്ലേ? ജൂൺ മാസം 25-ാം തീയതി 2020 എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്കൊരു റീഡബിൾ ആയിട്ടുള്ളൊരു ഫോർമാറ്റ് അല്ല അല്ലേ? കുറേ കൂടെ മനോഹരമായിട്ട് നമുക്ക് ജൂൺ 25 ഒരു കോമ 2020 ഈ രൂപത്തിലാണ് ആ ഒരു ഇൻപുട്ടിനെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് തിരിച്ചു തരുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ജൂൺ 25-ാം തീയതി 2020. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടുകളെ ഈ രൂപത്തിലേക്ക് എങ്ങനെ ഔട്ട്പുട്ടാക്കി മാറ്റാം എന്നുള്ളതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ നമുക്ക് 3 വേരിയബിളുകൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഔട്ട്പുട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഒന്നാമത് നമ്മൾ മാസത്തിന് നമുക്കൊരു നമ്പറാണ് ഇവിടെ കിട്ടുന്നത് അല്ലേ? നമ്പറാണ് കിട്ടുന്നതെങ്കിലും നമുക്കത് കിട്ടുന്നത് സ്ട്രിങ് ആയിട്ടാണ്. ഓക്കെ, ഒരു ഇൻഡിജർ ആയിട്ടല്ല, അക്കമായിട്ടല്ല. അപ്പോൾ 6 എന്ന് പറയുന്ന അക്കത്തിന് പകരം നമുക്കവിടെ ജൂൺ എന്നാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രോഗ്രാമിന് മാസങ്ങളെക്കുറിച്ചൊരു ധാരണ വേണം. നമ്മുടെ പ്രോഗ്രാമിന് അങ്ങനെ യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമുക്ക് ആദ്യം മാസങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പ്രോഗ്രാമിനെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ മാസങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ആ ലിസ്റ്റിൽ ജാനുവരി, ഫെബ്രുവരി അങ്ങനെ നമ്മൾ മുഴുവനായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മന്ത്സ് എന്ന് പറയുന്ന വേരിയബിൾ ഞാൻ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അങ്ങനെ ഓരോ മാസം ഓരോ സ്ട്രിങ് ആയിട്ട് വലിയൊരു ലിസ്റ്റ് തന്നെ 12 അംഗങ്ങളിലെ ലിസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൽ മന്ത് ഇൻഡെക്സ് എത്രാമത്തെ മാസമാണ് നമ്മൾ സെലക്ട് ചെയ്തത് എന്നുള്ളത് നമുക്കൊരു വേരിയബിൾ സ്റ്റോർ ചെയ്യാം. നമുക്ക് ഇവിടെ കിട്ടുന്ന മാസത്തിന് നമ്പർ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ്. ഓക്കെ, മന്ത് എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്. നമുക്കതിന് ഇൻഡിജർ ആയിട്ട് വേണം അല്ലേ? അപ്പോൾ ഇൻഡിജർ എന്ന് കൊടുത്തിട്ട് നമ്മളതിനെ സ്ട്രിങ്ങിന് എന്ത് ചെയ്യുക, ഇൻഡിജറിലേക്ക് മാറ്റുക. ഓക്കെ, മാത്രമല്ല ഇപ്പോൾ 6ാമത്തെ മാസം 6 എന്നാണ് നമ്മുടെ യൂസർ അടിക്കുന്നതെങ്കിൽ നമ്മളെ ലിസ്റ്റിൽ നമുക്കത് 5 എന്നാണ് വേണ്ടത് അല്ലേ? കാരണം നമ്മൾ 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0, 1, 2, 3, 4, 5. അപ്പോൾ ഒരു -1 എന്നുള്ളത് കൂടെ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, അതാണ് മന്ത് ഇൻഡെക്സ്. അങ്ങനെ നമുക്ക് അവസാനം കിട്ടുന്ന മന്ത് ഔട്ട്പുട്ട് എന്ന് പറയുന്ന പുതിയൊരു വേരിയബിൾ നമുക്ക് എടുക്കാം. അത് മന്ത്സ് എന്ന് പറയുന്ന ലിസ്റ്റിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം, മന്ത് ഇൻഡെക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ തൊട്ട് മുകളിൽ ചെയ്ത മന്ത് ഇൻഡെക്സിനെ നമ്പർ വെച്ചുകൊണ്ട് മന്ത് ഔട്ട്പുട്ട് കാണാം. ഓക്കെ, നമുക്ക് ഇവിടെ അതുപോലെ മന്ത് ഔട്ട്പുട്ട് ഒന്ന് കൊടുത്തു നോക്കാം. വീണ്ടും റൺ മൊഡ്യൂൾ കൊടുത്തു കഴിഞ്ഞാൽ 2020 6ാം മാസം 25-ാം തീയതി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ജൂൺ 25 എന്നുള്ളത് വന്നു അല്ലേ? അപ്പോൾ നമ്മളവിടെ മാസം വളരെ കൃത്യമായിട്ട് തന്നെ ക്യാച്ച് ചെയ്തു. ഇനി 25 എന്നുള്ളത് എന്താക്കണം, 25th എന്നാക്കണം. 25th എന്നാക്കണം. അവിടെ ഒരു പ്രശ്നം നമുക്കുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ 1-ാം തീയതി ആണെങ്കിൽ അത് ഫസ്റ്റ് എന്നായിരിക്കും, 2-ാം തീയതി ആണെങ്കിൽ സെക്കൻഡ് എന്നായിരിക്കും, 3-ാം തീയതി ആണെങ്കിൽ തേർഡ് ആണ്, 4-ാം തീയതി ആണെങ്കിൽ പിന്നെ 4th, പിന്നെ 5th, 6th, 7th അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. പിന്നെ വീണ്ടും അത്
21st, 22nd, 23rd അങ്ങനെ വരും അല്ലേ. പിന്നെ 31st. അപ്പോൾ ഇതിങ്ങനെ മാറി മാറി വരും. ഓരോ ദിവസങ്ങൾക്കും വ്യത്യാസമുണ്ട്. സ്വാഭാവികമായിട്ടും 31 ദിവസങ്ങൾക്കും 31 തരത്തിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള എൻഡിങ്ങുകളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെയും ഒരു ലിസ്റ്റ് വേണം. ഓക്കെ, അപ്പോൾ എൻഡിങ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം ഒന്നാമത്തെ ദിവസം ഫസ്റ്റ് ആണ്. അപ്പോൾ ST എന്നുള്ള അവസാനം ആഡ് ചെയ്യാൻ, നമ്പേഴ്സിന് ശേഷം ആഡ് ചെയ്യാനുള്ള ഒരു വാല് ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് 2nd, 3rd, 4th എന്നുള്ളത് പിന്നെ 5th, 6th അങ്ങനത്തെ കുറേ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനോട് ചേർത്തിട്ട് ഒരു 17th വരുന്നുണ്ട്. അപ്പോൾ 17 ഇൻറ്റു എന്നിട്ട് അതിനുള്ളിൽ അപ്പോൾ 17th അതിനോട് ശേഷം ആഡ് ചെയ്യും. അതിനുശേഷം വീണ്ടും നമുക്ക് 1st, 2nd, 21st, 22nd, 23rd വരുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും 24th മുതൽ 31 വീണ്ടും 7 തീകളുണ്ട്. ഓക്കെ, 7 പ്ലസ് പിന്നെ 31st ഒരു ST ഉണ്ട്. ഓക്കെ, അതായത് 31 ദിവസങ്ങൾക്കുള്ള എൻഡിങ്സ് ആണ് നമ്മൾ കൊടുത്തത്. നമുക്കത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് ചെയ്ത് നോക്കാം. എൻഡിങ്സ് എന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. നമുക്ക് തൽക്കാലം ഇതെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യാം. നമുക്കിത് ഈ ഒരു ലിസ്റ്റ് മാത്രം പ്രിൻ്റ് ചെയ്ത് കാണാനാണ് എന്താണ് അതിൻ്റെ ഔട്ട് എന്നുള്ളത്. അപ്പോൾ റൺ മൊഡ്യൂൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ST, ND, RD 31 ദിവസങ്ങളുടെയും നമ്പറിന് ശേഷം വരുന്ന ആ ചെറിയ എൻഡുകൾ മാത്രം നമ്മളിങ്ങനെ ഒരു ലിസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയത്. ഓക്കെ, നമുക്ക് ബാക്കിയുള്ളതൊക്കെ പഴയ പോലെ ആക്കാം. ഇപ്പോൾ നമുക്കതിൽ എൻഡിങ്സ് കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ദിവസത്തിനനുസരിച്ചിട്ട് ഡേ ഇൻഡെക്സ് എന്നുള്ളത് നമുക്ക് കാണാം. അതെങ്ങനെയായിരിക്കും? ഡേ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഡേ എന്ന് പറയുന്ന സ്ട്രിങ് അവിടെ ഉണ്ട്. ആ സ്ട്രിങ്ങിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇൻറ്റിജർ ആക്കണം അല്ലേ. ഇൻറ്റിജർ ആക്കണം, എന്നിട്ട് -1 കൊടുക്കണം അല്ലേ, അങ്ങനെയല്ലേ. ഇനി ഡേ ഔട്ട്പുട്ട് എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ടാക്കാം. എന്നിട്ട് എൻഡിങ്സിൽ നിന്നും ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ഡേ എന്ന് പറയുന്ന നമ്പർ വേണം അല്ലേ. അപ്പോൾ 21-ാം തീയതി ആണെങ്കിൽ 21 എന്നുള്ളത് അവിടെ എഴുതണം. അതാണ് ഡേ എന്ന് പറയുന്ന വേരിയബിൾ. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിൻ്റെ പിറകിൽ വെക്കേണ്ട അക്ഷരങ്ങൾ വേണ്ടത്. അപ്പോൾ എൻഡിങ്സിൽ നിന്നും ഡേ ഇൻഡെക്സ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ 21-നോട് ചേർന്ന് നിൽക്കുന്ന എന്താണോ അത് ഇതിൽ നിന്ന് പിക്ക് ചെയ്യും. 20-ാമത്തേതായിരിക്കും. അതിവിടെ ഡേ ഔട്ട്പുട്ടായിട്ട് ആഡ് ചെയ്തു. ഇനി നമുക്ക് ഡേക്ക് പകരം ഡേ ഔട്ട്പുട്ട് എന്നുള്ളതും കൊടുത്തു. ഇവിടെ നമുക്കൊരു കോമയും ആഡ് ചെയ്യണം. കോമയും ആഡ് ചെയ്തു. ഇനി നമ്മൾ റണ്ടർ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളോട് ഇയർ ചോദിക്കുന്നുണ്ട്. 2019 6-ാം മാസം 10-ാം ദിവസം. ഓക്കെ, June 10th 2019. ഇനി വീണ്ടും അതേപോലെ തന്നെ നമുക്കൊന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. 1998 1-ാം മാസം 25-ാം ദിവസം. ഓക്കെ, January 25th 1998. അപ്പം ഇനി നിങ്ങൾ ഏത് ഡേറ്റ് അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാലും അതിനനുസൃതമായിട്ടൊരു ഔട്ട്പുട്ടായിട്ട് അത് മാറും. സോ ഇതാണ് നമ്മുടെ കുഞ്ഞു പ്രോഗ്രാം. നിങ്ങളിത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. ഇതൊരു ചെറിയ പ്രോഗ്രാമാണ്. വലിയ പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യും. ഇതിന് ശേഷമുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടാൽ മതി. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. ഐ ഹോപ്പ് യു ഗോട്ട് സംതിങ് യൂസ്ഫുൾ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.